നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ലക്ഷണം കണ്ടിട്ട് അധികം പഴകിയിട്ടില്ല മമ്മി. തുടക്ക അപ്പൊ പിന്നെ ഞാനൊത്തുള്ള ഈ വാക്കാര്യം പറയുമ്പോ അപ്പൊ തന്നെ ജാന് സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? കുറെ കാലെങ്കിലും അവളെ വെച്ചോണ്ടിരിക്കാൻ നോക്കത്തല്ലേ ഉള്ളൂ. എനിക്കതൊന്നും കണ്ടില്ല കേട്ടിൽ നിന്ന് അടിച്ച് കാത്തിരിക്കാൻ പറ്റില്ല മമ്മി. അവനൊരു പെണ്ണിനെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നാ പോരെ? അപ്പൊ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ആ നീലാംബരിയുടെ തനിക്കുണം എല്ലാവരും നേരിട്ട് മനസ്സിലാക്കണം. നീ പറഞ്ഞ പോലെ അവരുടെ ബന്ധം ഒരു തുടക്കമാണെങ്കിൽ നീ ഇന്ന് കണ്ട പോലെ പല പല സീനുകൾ ഇനിയും കാണേണ്ടി വരും. ആരും കണ്ടില്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. മമ്മി എന്താ ഉദ്ദേശിക്കുന്നത്? എടി പൊട്ടി, ഇതുപോലെ എന്തെങ്കിലും കൂടി കാണാനിടയായി അതെല്ലാവരും വിളിച്ചുകൂട്ടി കാട്ടിക്കൊടുക്കണമെന്ന്. അവൾ വിളിച്ചായിട്ട് ശ്രീപാർവി തന്നെ ഇവിടുന്ന് അവളെ അടിച്ച് പുറത്തിറക്കും. ഒരുത്തനെ നിശ്ചയം കഴിച്ചു വെച്ചിട്ട് നല്ല വീട്ടിലെ ചെക്കനെ കറക്കിയെടുക്കാൻ നോക്കിയതിന് ഇവിടെയുള്ള ഓരോരുത്തർ അവളെ ആട്ടി പായിക്കും. പിന്നെ ചെക്കൻ പെണ്ണിട്ടാതെ മുട്ടിക്കുവാണെന്ന് കരുതി എല്ലാവരും കൂടി നിന്നെ പിടിച്ച് അവനെ കൊണ്ട് കെട്ടിക്കും. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? എന്തോ വലിയ തന്ത്രം വിജയിച്ച ഭാവം ഉണ്ടായിരുന്നു മാധവിയിൽ. എൻ്റെ മമ്മി അവൻ ചെക്കനെന്നൊക്കെ മമ്മി പറയുന്ന ആരെയാണെന്ന് ഓർമ്മ വേണം. അത് ജയ് ശിവനാഥ മേനോനാണ്, ലോകം അറിയപ്പെടുന്ന ഡിസൈൻ സ്ഥാപനമായ നാഥ അപ്പാരൽസിന്റെ CEO. ഈ കുടുംബത്തിൽ നിവർന്ന് തീരുമാനം എടുക്കാൻ കെൽപ്പുള്ളവൻ. മേനോൻസ് ഫാമിലിയിൽ അവൻ്റെ അഭിപ്രായം അറിയാതെ ഒരു ചെറുവിരൽ പോലും ആരും അനക്കില്ല. അപ്പോഴാ മമ്മിയുടെ ഒരു ലോക്കൽ പ്ലാൻ. ഇത് വല്ല സിനിമയിലൊക്കെ കാണാൻ കൊള്ളാം. തന്റെ മകളുടെ പുച്ഛ നിറഞ്ഞ സംസാരം മാധവിക്ക് അത്ര പിടിച്ചില്ല. കൊക്കെത്ര കുളം കണ്ടിരിക്കുന്നു എന്നുള്ള ഭാവമായിരുന്നു അവരിൽ. ലോക്കൽ പ്ലാനോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? രണ്ടിനെ ഒരേ മുറിയിൽ പിടിച്ച് അടച്ച് ഞാൻ തന്നെ ആളെ വിളിച്ചു കൂട്ടണോ? അതൊക്കെ പഴയതാ. അതിബുദ്ധി കാട്ടരുത് ആവണി. അവസരം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് കാത്തിരുന്ന് സ്വയം നമ്മൾ തേടി വരുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തല. പെണ്ണ് വിഷയത്തിൽ വലിയവൻ ചെറിയവനെന്നൊന്നും ഇല്ല. എല്ലാവന്മാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാ. എനിക്ക് ഉറപ്പുണ്ട് ഇതുപോലെ അവസരം ഇനിയും ഉണ്ടാവും. അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് ഡയലോഗ് കൂടി ആയാലോ? ഇന്നലെ നീ പറഞ്ഞ അവളുടെ കുടുംബ ചരിത്രമല്ലേ, അവളുടെ തള്ളയുടെ ചരിത്രം. സ്വന്തം തന്താരാന്ന് ഇപ്പോഴും അറിയാതെ നടക്കുന്നവളല്ലേ അവള്. അതുകൂടി ചേർത്തങ്ങ് പറയണം എനിക്ക്. അതോടെ നാണം കേട്ട അവൾ ഇവിടുന്ന് ഓടിപ്പോണം. സംസ്കാരം തൊട്ട് തീണ്ടാത്ത പട്ടിക്കാടിലെ ദരിദ്രവാസിയായ അവിടെ മുറച്ചെറുക്കിന്റെ അടുത്തേക്ക്. തന്റെ മമ്മിയിൽ ആവണിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അതേ മമ്മി വളർത്തിയ മകളാണ് താൻ. ഉറപ്പായും തിരിച്ചടിച്ചിരിക്കുമെന്ന് അവളും ഉറപ്പിച്ചു. ശിവേട്ട, തലവേദന കുറവില്ലേ? ലഞ്ച് കഴിക്കാൻ വന്നേ, എന്നിട്ട് ഒരു ടാബ്ലറ്റ് തരാം. അതും കഴിച്ച് കുറച്ച് സമയം ഉറങ്ങിക്കോ. വൈകുന്നേരം ഉറക്കിളക്കേണ്ടി വരും, പൂജയല്ലേ. കഴിയുമ്പോൾ ഒരുപാട് ലേറ്റാവുന്ന നിർമ്മലാമ്മ പറഞ്ഞ്. ശ്രീപതിയെ തട്ടി വിളിക്കുമ്പോൾ ചുമന്നു കടുത്ത മുഖവുമായി ശിവനാഥമേനോൻ പതിയെ എഴുന്നേറ്റ് ബെഡിലിരുന്നു. മാമ്പഴ പുളിശ്ശേരി ഉണ്ടോ ശ്രീ? ബെസ്റ്റ്. കഴിഞ്ഞ ആഴ്ച വയറിളക്കി കിടന്ന് മറന്നോ? ഞാൻ പഠിപ്പിച്ച ഡയലോഗ് പോലും നിങ്ങൾ ക്ലോസിലിട്ട് ഫ്ലഷ് അടിച്ചില്ലേ മനുഷ്യ? അത് പിന്നെ നീ കഴിച്ചില്ലല്ലോ. എൻ്റെ പൊന്നു ശ്രീ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. നല്ല പഴുത്ത കാന്താരി മുളകും പഴുത്ത നാട്ടുമാങ്ങയും കൂടി ചേർത്ത മാമ്പഴ പുളിശ്ശേരി. നാവിന്ന് ഇപ്പോഴും പോയില്ല എൻ്റെ സ്വാദ്. എന്തൊക്കെ പറഞ്ഞാലും രാധികയുടെ കൈപ്പുണ്യം ഒരു രക്ഷയില്ല. പഴുത്ത കാന്താരി മുളകിന്റെ എഫക്റ്റ് ഞാൻ കണ്ടതാ. വയറുനീര് നടന്നില്ല 2 ദിവസം. അൾസർ വരും മനുഷ്യ. പിള്ളേര് പറയുന്നതിലും കാര്യമുണ്ടെന്നൊരു സംശയം ഇല്ലാതില്ല എനിക്ക്. രാധികന്റെ കൂട്ടുകാരിയൊക്കെ തന്നെയാ. പക്ഷെ എൻ്റെ കെട്ടിയവനൊരു ചായ് വങ്ങോട്ടില്ലേ എന്നൊരു സംശയം. ഒന്ന് പോ ശ്രീ. പിന്നെ പിള്ളേരുടെ കാര്യം എന്ത് തീരുമാനിച്ചു? നമുക്ക് പതിയെ കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ചാലോ? ശിവനാഥ് ചോദിക്കുമ്പോൾ ശ്രീ പെട്ടെന്ന് വല്ലാതെയായി. നീലാംബരിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാ ശിവേട്ട. എന്തോ വലിയ ദോഷമൊക്കെയുള്ള കുട്ടിയാ അവള് തന്നെ പലപ്പോഴായി കാവ്യോടത് പറഞ്ഞിട്ടുമുണ്ട്. 23 വയസ്സ് തീയും വരെ വിവാഹം പാടില്ലെന്ന് കെട്ടുന്ന ചെക്കൻ. ശ്രീ ഒന്ന് നിർത്തിയ ശേഷം തുടർന്നു. എനിക്കിതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടില്ല ശിവേട്ട. അമ്മയും നിർമ്മലാമ്മയും അച്ഛനൊക്കെ ഉറപ്പായിട്ടും ജാതകം നോക്കും. ഉണ്ണിക്കുട്ടൻ ധനുമാസത്തിലെ പൂരിട്ടാതിയാ. ചേരില്ലെന്നെങ്ങാനും പറഞ്ഞാൽ എല്ലാവരെയും പിണക്കേണ്ടി വരില്ലെന്ന് ആലോചിക്കുമ്പോൾ പേടി തോന്നുക. ശ്രീ പറയുമ്പോൾ ശിവനാഥ് മേനോൻ അല്പനേരം ഒന്ന് ആലോചിച്ചിരുന്നു. അത്രയ്ക്ക് വലിയ ദോഷമൊന്നും കാണില്ല. അതൊക്കെ ആ കുട്ടിയുടെ വീട്ടിലെ അന്ധവിശ്വാസങ്ങളായിരിക്കും ശ്രീ. ബ്രാഹ്മണരുടെ പിന്തലമുറക്കാരല്ലേ. ചില വിശ്വാസങ്ങളിലൊക്കെ നിഷ്ഠയുള്ളവരവര്. പിന്നെ ചെറിയ ചെറിയ ജാതക ദോഷമൊക്കെ എല്ലാവരുടെ ജാതകത്തിലും കാണും. അവരൊക്കെ പെണ്ണിട്ടാൻ നടക്കുകയാണോ ഇപ്പോൾ? അപ്പോൾ ജാതകം നോക്കാത്ത മറ്റു മതസ്ഥരുടെ കാര്യമോ? അവർ ജീവിക്കുന്നില്ല സന്തോഷത്തോടെ. എല്ലാം നോക്കി നടത്തിയ വിവാഹം പോലും പാതി വഴിയിൽ പിരിയുന്നില്ലേ. പിന്നെയാ എല്ലാത്തിലും വലുത് 2 പേര് തമ്മിലുള്ള മനപ്പൊരുത്താ ശ്രീ. എനിക്ക് എൻ്റെ ഉണ്ണിക്കുട്ടൻ, അവനും കിരണില്ല എനിക്ക് പറ്റില്ല ശിവേട്ട. എൻ്റെ നാഥേട്ടൻ, ആ നഷ്ടം പോലും എനിക്കിതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. മരിച്ചു എന്നെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടിയെന്ന് തോന്നിപ്പോവാ. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമെന്ന് തോന്നിയാ നമ്മൾ എത്ര പഠിപ്പും വിവരമുള്ളവരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അറിയാതെ മനസ്സിൻ്റെ ബലം കൈവിട്ടു പോകും. എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥ തന്നെയാണ്. പക്ഷേ നീലാംബരി, അവളെനിക്കങ്ങനെ തള്ളിക്കളയാനും തോന്നില്ല ശിവേട്ട. എന്താണെന്നറിയില്ല, അവളെൻ്റെ ആരോ ആണെന്നൊരു തോന്നൽ. ആദ്യമായി കണ്ട മുതൽ
അങ്ങനെ ഒരു ചിന്തയാ മനസ്സിൽ. എനിക്ക് മാത്രമല്ല, കിരണും ഉണ്ണിക്കുടനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. കരച്ചിലിന്റെ വക്കോളമെത്തിയ സ്ത്രീയെ ശിവനാഥ് മേനോൻ സമാധാനിപ്പിച്ചു. വിഷമിക്കേണ്ടടോ, എല്ലാം ശരിയാവും. നമുക്ക് കുറച്ചുകൂടി കാക്കാം, സമയമുണ്ടല്ലോ. ആ കുട്ടിക്ക് ഫെബ്രുവരിയിലല്ലേ 23 വയസ്സാവുന്നു. ഉണ്ണിക്കുട്ടിന് ജനുവരി 3-ന് 30 ആവും. 3-4 മാസം ഇനിയുണ്ട്. എന്തായാലും ഇപ്പോൾ വിവാഹത്തെപ്പറ്റി ആലോചിക്കണ്ട. കാരണം വരുന്ന മാസങ്ങളിൽ ഉണ്ണിക്കുട്ടൻ കുറച്ച് തിരക്കിലായിരിക്കും. ഇതെന്താ ശിവേട്ടാ, ട്രിവാൻഡ്രത്തെ മാളുമായിട്ട് ബന്ധപ്പെട്ട വല്ലതുമാണോ? ഏയ് അല്ലടോ. വേൾഡ് മാഗസിനുകളിൽ ഒന്നിലായി നമ്മുടെ നാദ പാരൽസിന്റെ ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മാഗസിനുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കോടികൾ കൊടുത്താലെന്താ, ലോകം മുഴുവൻ കാണില്ല നമ്മുടെ ഡിസൈൻസ്. ഉണ്ണിക്കൂട്ടൻ കേരള ട്രഡീഷണൽ വെയർ ചൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ലൂക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. കസവ് വസ്ത്രങ്ങൾ മോഡേൺ രീതിയിലുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുന്നത്? അതുപോലൊരു വ്യത്യസ്തമായ ഡിസൈന് ഇപ്പോഴത്തെ തലമുറയുടെ ഇടയിൽ അത് പൊളിക്കും. ലോകമെമ്പാടും പരന്നു കിടക്കുന്ന മലയാളികൾക്കിടയിൽ വരാനിരിക്കുന്ന ഓണത്തിനും വിഷുവിനും എല്ലാം നമ്മുടെ ഈ ഡിസൈൻ കത്തിക്കയറുന്ന ഉറപ്പാ. പക്ഷെ ഉണ്ണിക്കുട്ടൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല. അവൻ്റെ മുന്നിൽ ഈ പാഡ് മാത്രമേ ഉള്ളൂ. അതിന് ആപ്റ്റായിട്ടുള്ള ലൊക്കേഷനിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തുക എന്നുള്ളതാ ആദ്യത്തെ കാര്യം. എൻ്റെ കയ്യിൽ 1-2 ലൊക്കേഷൻ്റെ ചിത്രങ്ങളുണ്ട്. ഇന്ന് കിരണിനെയും ഉണ്ണിക്കുട്ടിനെ എനിക്കത് കാണിക്കണം. ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ആ വിവാഹക്കാര്യം മുന്നോട്ട് വെക്കാം. നീലാംബരിയുടെ വീട്ടിൽ പോയി നമുക്ക് നേരിട്ട് സംസാരിക്കാം. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം പക്വതയോടെ സംസാരിച്ച് ഒത്തുതീർപ്പിലാക്കണം. ആരുടെയും ശാപം കുട്ടികളുടെ തലയിൽ വീഴാൻ പാടില്ല. സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുവരും വാതിൽക്കിലെത്തി ഡോർ തുറന്ന് മുന്നിൽ കണ്ട ആളെ കണ്ടൊന്ന് ഞെട്ടി. ചെവി വാതിൽ ഫിറ്റ് ചെയ്ത് നിന്നിട്ടാവണം ഡോർ തുറന്ന് മാധവി റൂമിലേക്ക് ആഞ്ഞുപോയി. അവരാകെ വിളറി വെളുത്തു. എങ്കിലും പിടിച്ചു നിൽക്കാനൊരു ശ്രമം നടത്തി. ഞാനിപ്പോ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടാളും താഴെ ശ്രീടാം അന്വേഷിക്കുന്നുണ്ട്. ഊണ് കഴിക്കാൻ വിളിക്കാൻ വന്നാ ഞാൻ. ശിവനാഥും ശ്രീയും മുഖത്തോട് മുഖം നോക്കിപ്പോയി. മാധവി എല്ലാം കേട്ടു എന്നുള്ള സംശയം അവർക്കില്ലായിരുന്നു. ശ്രീക്ക് ചെറിയൊരു ആധി കയറിയെന്നുള്ള സത്യമാണ്. ജാനെ വിവാഹം കഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന ആവണിക്ക് നീലാംബരി ഒരു എതിരാളിയാവും എന്നുള്ള ഉറപ്പാണ്. മാത്രമല്ല, എല്ലാം കേട്ട് ചുമ്മാ കൈയും കെട്ടി നോക്കി നിൽക്കുന്നവരല്ല മാധവി ആവണി. എന്തെങ്കിലും വക്രബുദ്ധി പ്രയോഗിക്കാതിരിക്കില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഏത് നിമിഷം കുറെ കോലാഹലങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ ആരെന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും തന്റെ മകന്റെ തീരുമാനം എതിർക്കാൻ തങ്ങൾക്ക് പോലും അവകാശമില്ല. പിന്നെ ഇവര് അവനൊരു കാര്യം തീരുമാനിച്ചാ അത് നടത്തിയിരിക്കുന്നുള്ള ഉറപ്പാണ്. എവിടെ ആ കുട്ടികളെവിടെ? വിശപ്പും ദാഹമൊന്നുമില്ല അവർക്ക്. ലഞ്ച് കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ ഓരോരുത്തരായി സ്ഥാനം പിടിക്കുമ്പോൾ നീലാംബരിയെയും കാവ്യയും കാണാനായിട്ടാണ് നിർമ്മല അങ്ങനെ ചോദിച്ചത്. അതിന് മറുപടി എന്നോണം രാധിക ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആ മോളിലെ നീലാംബരി, ആ കുട്ടിക്ക് നമ്മുടെ പറമ്പിലൂടെ ചുറ്റി നടക്കുന്നൊക്കെ വലിയ ഇഷ്ടാ. തരം കിട്ടിയ ഉടനെ പൂക്കൾ പൊട്ടിക്കും. ഇന്നലെ നോക്കുമ്പോൾ നെല്ലിമരത്തിന്റെ മുകളിൽ കയറിയിരിക്കുക. അവള് പൊട്ടിച്ച നെല്ലിക്ക നോക്ക്, ദേ ആ കുപ്പിയിലിട്ട് വെച്ചേക്കുന്നു. അത് കേട്ട് എല്ലാവരും ഒരുപോലെ ചിരിച്ചു. മാധവി ആവണി ദേഷ്യത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കുറച്ചും പറഞ്ഞ കാര്യങ്ങളൊന്നും മാധവി മകളോട് പറഞ്ഞിരുന്നില്ല. ഈ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് മകളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയവർ. അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ 2 പറയാൻ തന്നെ അവർ തീരുമാനിച്ചു. പറമ്പിൽ നടന്നിട്ട് എത്ര ഏക്കലായി തറവാടിയിരിക്കുന്നത് നോക്കുകയാണ് ആ പെണ്ണ്. അല്ല, പെണ്ണിനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാണാത്ത കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്ന കേട്ടിട്ടില്ലേ? ഒന്ന് കേൾക്കണേന്റെ നിർമ്മലാമേ. ഏതോ പട്ടിക്കാട്ടിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ പെങ്കൊച്ച. അറിയാലോ, ചെറുക്കനായിട്ട് നിശ്ചയൊക്കെ കഴിഞ്ഞതാ. ആ ചെറുക്കനാണ് ഈ പെണ്ണിനെ ഇട്ടാൻ വലം തിരിയാൻ സമ്മതിക്കാത്തൊരു സംശയരോഗി. അവനെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. പെൺപിള്ളേരുടെ സ്വഭാവം നമുക്കറിയില്ലല്ലോ. അവൻ സംശയിക്കുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. മാധവി നിർമ്മലയെ നോക്കി പറയുമ്പോൾ ശ്രീ നോക്കിയത് ജാന്റെ മുഖത്താണ്. ഡൈനിങ് ടേബിൾ നിരത്തി വെച്ചിരിക്കുന്ന കറികളെല്ലാം ഏത് നിമിഷം വേണമെങ്കിലും നിലത്തി കിടക്കും. ശ്രീ കിരണിനെ നോക്കിയൊന്ന് കണ്ണു കാണിച്ചു. ജാൻ, വന്ന് നമുക്ക് പിള്ളേരെ തപ്പാം. നിങ്ങളെല്ലാവരും കഴിക്കും, ഞങ്ങൾ അവരോടൊപ്പം ഇരുന്നോളാം. ജാന വലിച്ചെടുത്ത് കിരൺ പുറത്തേക്ക് പോയി. ശ്രീയുടെ മുഖം ചുളിഞ്ഞു. ഇത്രയും നാൾ ശ്രീനിവാസിന്റെ ഭാര്യ എന്നുള്ള പരിഗണന മാധവി കൊടുത്തിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല. മാധവി ചേച്ചി എന്താ പറഞ്ഞ്? പട്ടിക്കാട്ടിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞവളാണ് നീലാംബരി എന്നോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ദാരിദ്ര്യം എന്ന് ആർക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിന്റെ ഉത്തമ ഉദാഹരണം നിങ്ങൾ തന്നെയല്ലേ. ദാരിദ്ര്യത്തിൽ കിടന്ന നിങ്ങളെ വെറും സിമ്പതിയുടെ പുറത്ത് മാത്രം ശ്രീനേട്ടൻ വിവാഹം കഴിച്ചെന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴോ കടവും കടത്തിമേ കടവായിട്ട് നിൽക്കക്കളില്ലാതെയാ ശ്രീനേട്ടൻ എറണാകുളത്തേക്ക് വന്ന് ആ മാൾ പ്രൊജക്റ്റിൽ. ശ്രീ നിർത്ത്. പിന്നെ ഒന്നും പറയാൻ അനുവദിക്കാതെ സ്ത്രീയെ തടഞ്ഞു നിർമ്മല. വീട്ടിൽ വന്ന അതിഥികളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അത് തന്നെയാ നിർമ്മല ചേച്ചി ഞാനും ഓർത്തത്. കരയും പോലെ പറഞ്ഞു മാധവി. ഞാനിപ്പോ എന്ത് പറഞ്ഞിട്ടാ ശ്രീ പാർവതി എന്നോട് കയറി കയർത്ത് സംസാരിക്കുന്നത്? അതിന് മാത്രം ആ പെണ്ണ് ശ്രീയുടെ ആരാ? അറിഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതും ആ പെണ്ണിനോടല്ലല്ലോ, നിങ്ങളോടൊക്കെയല്ലേ ഞാൻ പറഞ്ഞ്. ഒന്നുമില്ലേലും നമ്മൾ ബന്ധുക്കളാവാൻ പോകുന്നവരല്ലേ. മാധവി, ആ കുട്ടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവളെ കുറിച്ച് അതും ഇതും പറയുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടിയെന്ന് കരുതി അതിനെ കണ്ടാൽ അങ്ങനെ വല്ലതും പറയൂ? എന്തൊരു ഐശ്വര്യമുള്ള മോളാ അവള്. അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ട്.
കണ്ട ഒരു പഴയ തമ്പ്രാട്ടിക്കുട്ടികളുടെ മട്ടും മാതിരിയാ കൊച്ചിന്. നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലേ അത്? നിർമ്മല എല്ലാവരെയും നോക്കി ചോദിക്കുമ്പോൾ ശിവനാഥ മേനോനും ജയേന്ദ്ര മേനോനും കനകവും ഒക്കെ ഇരുന്ന് വെറുതെ തലയാട്ടെന്ന് കണ്ടപ്പോൾ സ്ത്രീക്ക് ദേഷ്യമാണ് വന്ന്. ആരും മാധവിക്ക് മറുപടി കൊടുക്കാത്തതിൽ സ്ത്രീക്ക് എല്ലാവരോടും ദേഷ്യം തോന്നി. പിന്നെ തന്റെ അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീലാംബരിയെ പറയുമ്പോൾ രോഷം കൊള്ളാൻ മാത്രം എന്ത് ബന്ധമാണ് അവളോട് അവർക്കുള്ളത്? മാധവിക്ക് അപ്പോഴും നഷ്ടമായൊരവസരത്തോർത്തുള്ള ദുഃഖമായിരുന്നു. നമ്മൾ ബന്ധുക്കളാവാൻ പോകുന്നവരല്ലേ എന്നുള്ള ചോദ്യത്തിന് നിർമ്മലയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും കണ്ടില്ല. പിള്ളേര് വരട്ടെ, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും പോയില്ലേ? അപ്പൊ ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അതല്ലേ അതിന്റെ ഒരു ശരി? രാമഭദ്രമുള്ള കഞ്ഞി സ്പൂണിൽ കോരിക്കൊടുത്തുകൊണ്ട് നിർമ്മല പറയുമ്പോൾ എല്ലാവരും അത് ശരിവെച്ചു. ഏതോ ലോകത്തിൽ എന്ന പോലെ ഇരുന്ന് കുഞ്ഞുകുട്ടികളെ പോലെ കഞ്ഞൊടിക്കുന്ന അദ്ദേഹം എല്ലാവരിലും ഒരു നോവുണർത്തി. മുഖത്തൊരു ഭാവമില്ലെങ്കിൽ പോലും ചില സമയം കൈ ഉയർത്തിയ സ്പൂൺ തട്ടിത്തെറിപ്പിക്കും. കുട്ടികളെ പോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം മുഖത്തും ദേഹത്തുമൊക്കെ ആക്കും. ശിവനാഥ് മേനോൻ ഒരു ടവൽ കൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്ന അറപ്പോടെ നോക്കിയിരുന്നു ആവണി. ഈ കിളവിന് മുറിയിൽ എവിടെയെങ്കിലും വെച്ച് ഭക്ഷണം കൊടുത്തൂടെ? കാണുമ്പോ വോമിറ്റ് ചെയ്യാൻ തോന്നുക. ആവണി മാധവിയുടെ ചെവിയിൽ അടക്കം പറഞ്ഞു. നീലാംബരി ഒരു പേരമരത്തിന്റെ മുകളിലായിരുന്നു. അവൾ പൊട്ടിച്ച് താഴേക്ക് കിടന്ന പേരക്ക കാവ്യ നിലത്തുനിന്ന് പെറുക്കിയെടുത്തുകൊണ്ടിരുന്നു. മതി നില, ഒത്തിരിയായി, ഇറങ്ങി വാ. നമ്മൾ നടന്ന് കുറെ വന്നു കേട്ടോ. അവിടെ ആരും നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും. നീ ഇറങ്ങിക്കുന്നില്ല. മുകളിൽ നിന്ന് എങ്ങോട്ടോ തുറച്ചു നോക്കുന്നവളെ താഴെ നിന്നുകൊണ്ട് അല്പ ഉച്ചത്തിൽ വിളിച്ചു കാവ്യ. പക്ഷെ നില എവിടേക്കോ നോക്കി മരക്കൊമ്പിൽ പിടിച്ചങ്ങനെ നിന്നു. അവൾ നോക്കി കാണുകയായിരുന്നു കുറച്ചപ്പുറം കാണുന്ന വലിയൊരു വീട്. ആ വീടിന്റെ പുറകുവശമാണ് താൻ കാണുന്നവൾക്ക് മനസ്സിലായി. മരച്ചില്ലകളുടെ വിടവിലൂടെ വെളിവാകുന്ന ഏതാനും ജനലുകൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അവൾ ഏറെ നേരം അവിടേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നു. പെട്ടെന്നൊരു ജനൽ തുറന്നു വരുന്ന പോലെ അവൾക്ക് തോന്നി. വളരെ പതിയെ പുക പോലൊരു മുഖം ഒരിക്കൽ കൂടി അവളുടെ മുന്നിൽ വെളിവായി. തറവാട്ടിലെ ഏതോ മുറിയുടെ ജനാല വഴി താൻ കണ്ട അതേ രൂപം. ഒന്ന് ഞെട്ടിപ്പിടിച്ചു പോയ അവളുടെ കാൽ മരക്കൊമ്പിൽ നിന്നും വഴുതി അവൾ മരത്തിൽ നിന്നും താഴേക്ക് വീണു. നില! കാവ്യ ഉറക്കി നിലവിളിച്ചു പോയി. പക്ഷേ നിലംപതിക്ക് മുമ്പ് തന്നെ രണ്ട് കൈകൾ അവളെ താങ്ങി പിടിച്ച് കഴിഞ്ഞിരുന്നു. ജാൻ! അവന്റെ ഇരുതോളിൽ അമർത്തി പിടിച്ച് നിലം തൊടാതെ ഉയർന്നു നില. ഇടുപ്പിന് താഴെയായി ചുറ്റിപ്പിടിച്ച് ജാൻ ഉയർത്തി നിർത്തിയിരിക്കുന്നൊന്നും നില അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ മാറിൽ താടിയൂന്നി മുഖമുയർത്തി നോക്കി അവൻ. ഈ സമയം അത്രയും ഒരു പേരക്കെടുത്ത് കടിച്ചിരുന്നുകൊണ്ട് കിരൺ കാവ്യക്ക് നല്ല കൊടുക്കുകയാണ്. കാവ്യ ചിണുങ്ങിക്കൊണ്ട് അവനോട് വഴക്കിട്ടുകൊണ്ടിരുന്നു. വാടിയുടെ പേരൊക്കെ വരയ്ക്ക് അവള് കാട്ടിൻ്റെ ഇടയിൽ വന്നേക്കുന്നു. ഞാനല്ല കിരൺ, ഇവള് കഴിഞ്ഞ ജന്മം പട്ടിയായിരുന്നു കിരൺ. ഇവള് മണത്ത് നോക്കിയാ പേരമരം ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച്. സത്യം. നിന്നെ കാലത്ത് ഫുഡ് വിളമ്പി വെച്ച് എല്ലാവരും നോക്കിയിരിക്ക. നടക്ക്. അയ്യോ നീല. അവളെ അവൻ കൊണ്ടുവന്നോളൂ. തൽക്കാലം നീ നടക്ക്. കിരൺ കാവ്യ തള്ളിക്കൊണ്ട് മുന്നോട്ട് നടന്നു. നില വല്ലാത്ത പരവേശത്തോടെ പുറകിലേക്ക് നോക്കുന്നവളെ ജാൻ പതിയെ വിളിച്ചു. കുട്ടിക്ക് അപ്പോഴാണ് താൻ നിലം തൊട്ടിട്ടില്ലെന്ന ബോധം വന്ന്. ആ ജാൻ സാർ. ജാൻ സാർ, അയ്യോ താഴെ ഇറക്കണോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. പിന്നെ ഇറക്കാതെ ഇവിടെ നിൽക്കാൻ പോവാണോ? നിൽക്കുന്നതിൽ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. വേഗം വിളിച്ചാ വേഗം പോവാ. അപ്പൊ എങ്ങനെയാ? വിളിക്കല്ലേ? ജാൻ രണ്ടും കൽപ്പിച്ച് തന്നെയായിരുന്നു. താൻ വീണ്ടും പെട്ടു എന്നവൾക്ക് മനസ്സിലായി. എന്ത് വിളിക്കാൻ? ഒരു പരിങ്ങലോട് അവൾ ചോദിച്ചു. ഓ കമോണില്ല, വിളിക്ക്. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ ശരിക്കും അറിയും. എനിക്ക് നല്ലോണം വിളിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ വിളിച്ചു പോയി ആളെ കൂട്ടും. വിട്ടേ പ്ലീസ്, താഴെ ഇറക്കി ജാൻ സാർ. വെല്ലുവിളി മുഴക്കി ലാസ്റ്റ് കിടന്ന് കെഞ്ചിയവൾ. ഓഹോ, ആള് കൂട്ടാനോ? എന്നാ ഒന്ന് കാണട്ടെ. അപ്പൊ ആദ്യം നിന്റെ ആ പരാതി അങ്ങ് തീർത്ത് കളയാം. ഏത് പരാതി? നീ എപ്പോഴും പറയാറില്ലേ ആരുമില്ലാത്തപ്പോഴാണ് ഞാൻ നിന്റെ അടുത്ത് കൊഞ്ചാൻ വരുന്നെന്ന്. വിളിക്ക്, ഉച്ചത്തിൽ വിളിക്ക്. നിന്നെ ഞാൻ കിസ് ചെയ്യുന്നതേ എല്ലാവരും ഒന്ന് കാണട്ടെ. കിസ്സോ? എന്താ അത്? അല്ല അതെന്തിനാ അത്? എല്ലാം അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുവാണോ? ഞാൻ തമാശ പറഞ്ഞല്ലേ. പോ അവിടുന്ന്. ഞാൻ ആരെയും വിളിച്ചു കൂട്ടില്ല. പ്ലീസ് എന്നെ താഴെ ഇറക്കി ജാൻ സാർ. അവളുടെ പറച്ചിൽ കേട്ട് ഒരു കള്ളച്ചിരിയോടെ വിലങ്ങിനെ തലയാട്ടിക്കൊണ്ട് കണ്ണുകൾ താഴേക്ക് വായിച്ചു അവൻ. കഴുത്തിലായി കിടക്കുന്ന പാലയ്ക്കാമാലയും കടന്ന് തന്റെ മുഖത്തിന് നേരെ കാണുന്ന അവളുടെ മാറിടത്തിലേക്ക് നോട്ടമെത്തി നിൽക്കുമ്പോൾ അവിടെയൊന്ന് മുഖമണയ്ക്കാൻ അത്രമേൽ കൊതിച്ചുപോയി അവൻ. ഒരനുവാദമെന്നോണം അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാക്കിയെന്ന പോലെ ദയനീയ ഭാഗത്തിൽ അപ്പോഴും കുതിറിക്കൊണ്ടിരുന്നവളെ അവൻ കൂടുതൽ മുറുകെ പിടിച്ചു. ഇങ്ങനെ പെടച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ നിൽക്കത്തേയുള്ളൂ നീ. താഴെ ഇറങ്ങണീ വേഗം ഞാൻ പറഞ്ഞ പോലെ വിളിക്ക്. രാവിലെ നടത്തിയ വെല്ലുവിളി നീ മറന്നോ? എന്താ പറഞ്ഞ്? ഞാൻ കലിപ്പൻ ചാട സിഇഒ അല്ലേ? ഞാൻ അതുമാത്രല്ലെന്ന് തെളിയിക്കേണ്ടേന്നില്ല. പിന്നെ എന്തൊക്കെയാ കൂടി മോള് പറഞ്ഞിരുന്നല്ലോ. ചന്ദനക്കുറി
മുണ്ടും ഷർട്ടും. ഇതൊക്കെ ഇട്ട് വന്നാലേ നീ വിളിക്കൂ. ഞാൻ അന്നേരം ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ. ഉണ്ണിയേട്ടൻ എന്നൊക്കെ പറയുന്നത് അത് വേറൊരു ഫീലല്ലേ? എന്ത് ഫീല്? ഓക്കെ, താഴെ ഇറക്ക്, ഞാൻ പറയാം സത്യം. അവനവളെ മെല്ലെ മെല്ലെ താഴേക്ക് ഇറക്കി. അവളുടെ നെഞ്ചു മുതൽ നെറ്റി വരെ അവന്റെ മൂക്കിൻ തുമ്പ് ഒരു ഓളത്തിൽ തഴുകിക്കൊണ്ട് കടന്നുപോയി. ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി അവൻ ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. പറഞ്ഞില്ല? അത് പിന്നെ അറിയില്ല സർ. ജാൻ സാർ എന്ന് വിളിക്കുമ്പോൾ എന്തോ എനിക്ക് വല്ലാത്തൊരു ധൈര്യം ഫീൽ ചെയ്യും. കൂടെ ആരും ഉണ്ടെന്നൊരു തോന്നല്. ആ പേര് മാത്രം കൂടെ മതിയെന്ന് തോന്നും. ഒന്നിനെയും ആരെയും ഭയക്കാതെ ജീവിക്കാൻ. ഒരു പരിങ്ങിലോടെയാണെങ്കിലും ഇത്രയും നാൾ മനസ്സിൽ സൂക്ഷിച്ച കാര്യം അവൾ അങ്ങ് പറഞ്ഞു. നിലയുടെ തുറന്നു പറച്ചിൽ അവന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. അവളിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിൽ കോരിയെടുത്തു അവൻ. പെട്ടെന്നായിരുന്നു ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ തിരിഞ്ഞ് ഓടിയത്. ഓടുമ്പോൾ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, അതേ ഞാനിപ്പോ പറഞ്ഞ സത്യ, പക്ഷെ മറ്റേ പേര് ഞാൻ വിളിക്കില്ല. രാവിലത്തെ ചലഞ്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുമ്പോ ഞാൻ വിളിച്ചോളാം. ഇരുടുപ്പിലും കൈകുത്തി മുകളിലേക്ക് നോക്കി അവനൊന്ന് ആഞ്ഞു നിശ്വസിച്ചു. അവള് നോക്കി അവൻ വിളിച്ചു പറഞ്ഞു, യു ആർ ടെംപ്റ്റിംഗ് മീ നില, ഡോണ്ട് പ്ലേ വിത്ത് മീ. ഓ നോക്കാം. ശ്രീയമ്മ, ആ പേരമരത്തിന്റെ ചോട്ടിന്നാ കാണുന്നില്ലേ, അത് ആരുടെ വീടാ? എല്ലാവരും ഉച്ചയുറക്കത്തിലാണ്. കാവ്യക്ക് നിലക്കൊപ്പം കട്ടിൽ കിടക്കുകയാണ് ശ്രീ. കാവ്യ നല്ല ഉറക്കമാണ്. അപ്പോഴാണ് പെട്ടെന്ന് നിലയുടെ ചോദ്യം. അടഞ്ഞെടുക്കുന്ന ഒരു വലിയ വീടാണ് അത്. ശ്രീമംഗലം തറവാടാ എൻ്റെ വീട്. ഞാനും നാദേട്ടനും ജനിച്ചു വളർന്ന വീട്. നീ കണ്ടോ നില? കണ്ടു. ശിവനാഥ് സാറിന്റെ വീടിനടുത്തായിരുന്നോ ശ്രീയമ്മ താമസിച്ചിരുന്നത്? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ അടഞ്ഞെടുക്കുന്നത്? ശിവേട്ടന്റെ ഫാമിലി ഞങ്ങളുടെ അകന്ന ബന്ധുക്കളാണ്. പിന്നെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ശിവേട്ടന്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ. ഞങ്ങളുടെ ഇത് ലവ് മാരേജാ. അതും സ്കൂൾ മുതലുള്ള പ്രണയം. നാദ് മാൻഷൻ പണിതേ പിന്നെ അവിടെ ആരും താമസിക്കാതെയായി. ഇടയ്ക്ക് നാദേട്ടൻ നാട്ടിൽ വരുമ്പോൾ വന്ന് താമസിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങളിവിടെ വരുമ്പോഴൊക്കെ അങ്ങോട്ട് പോവാറുണ്ട്. നാദേട്ടൻ്റെ ഓർമ്മ ദിവസം എല്ലാവരും അവിടെ കൂടും. എല്ലാ മാസവും ജാനുരാധികം കൂടി വൃത്തിയാക്കിയിടും. ആ പുറകിൽ കാണുന്നൊരു വെള്ള പെയിന്റ് അടിച്ച ജനല് അതെന്താ? നിലക്ക് മൊത്തം സംശയമാണ്. പണ്ട് മുതലേ അവൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയം തോന്നിയാൽ അതറിയാതെ അവൾക്ക് ഉറക്കം വരില്ല. ഒന്നല്ലല്ലോ, ഒത്തിരിയില്ലേ. അതിലേത് ജനല? അല്ല, ഞാൻ ആ പേരമരത്തിന് മുകളിൽ കയറുന്നപ്പോൾ കണ്ടതാ. പെട്ടെന്ന് ജനലാരോ തുറന്നു. ആരോ അവിടെ ഉള്ള പോലെ എനിക്ക് തോന്നി. മലനേടുന്ന ശ്രീ ഞൊടിയിൽ കമിഴ്ന്നിടുന്നുണ്ട്. അവളൊന്ന് നോക്കി. ആര്? അവിടെ ആരുമില്ല നില. അവരാദ്യം പറഞ്ഞത് ശരിയാണല്ലേ? നീ മരം കയറിയാണോ? പറ ശ്രീയമ്മ പ്ലീസ്. അവിടെ നോക്കി കാണുന്ന ആ ജനല് അത് റൂമാണോ? നീ പറയുന്ന വെച്ച് നോക്കുമ്പോ അത് ഏട്ടന്റെ റൂമാവും. എന്താ ശ്രീയമ്മ, ഇപ്പൊ എന്നെ ഒന്ന് കൊണ്ടുപോകാം അവിടേക്ക്? നമുക്ക് പോകാം പ്ലീസ്. അവൾക്ക് എഞ്ചു പോലെ ചോദിച്ചു. നിലക്ക് ആ കൺഫ്യൂഷൻ ആയിരുന്നു. തറവാട്ടിൽ ഓരോന്ന് കണ്ടും കേട്ടും വളർന്നിട്ടാവണം ചില കാര്യങ്ങളൊക്കെ അവൾക്ക് ഇപ്പോഴും വിശ്വാസമാണ്. പ്രത്യേകിച്ച് ആത്മാവ്, മരണാനന്തര ജീവിതം എന്നതൊക്കെ. ഇപ്പോഴിതൊക്കെ കേൾക്കുമ്പോൾ അവളിൽ ഭയം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഒരുപടി മുകളിലാണ് അവളിലെ ക്യൂരിയോസിറ്റി. ആ ജനൽ വഴി താൻ കണ്ട് തന്നെ അവിടേക്ക് മാടി വിളിക്കും പോലെ തോന്നിയവൾക്ക്. ഇപ്പോഴോ? നാളെ പോകണ്ട. നാളെ ഞാൻ ലീവാ. ഇപ്പൊ നീ കിടന്നുറങ്ങിക്കോ. നൈറ്റ് ഒരുപാട് ലേറ്റാവും പൂജ കഴിയുമ്പോൾ. അന്നേരം ഉറക്കം വരുന്നൊന്നും പറയരുത്. അറിയാലോ, നിർമ്മലാമ്മ ടെററാ. പിന്നെ വൈകിട്ട് 5 മണിയാകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ബ്ലൗസൊക്കെ കൊണ്ടുവരും. അതൊക്കെ ഇട്ട് നോക്കണം. എല്ലാവരും സെറ്റുമുണ്ട്. വല്ലപ്പോഴും കിട്ടുന്ന അവസരമല്ലേ, നമുക്ക് ഈ പൂജ പൊളിക്കാം. അയ്യോ, പൂജ പൊളിക്കുവോ? ശ്രീ പറയുന്ന കേട്ട് എല്ലാവരും മിഴിച്ചു നോക്കി. അങ്ങനെയല്ലടി പൊട്ടി, അടിച്ചു പൊളിക്കാന്ന്. സെറ്റും മുണ്ടൊക്കെ എടുത്ത് പൂവൊക്കെ ചൂടി നമുക്ക് അങ്ങനെ നല്ലപോലെ ഒരുങ്ങി നിൽക്കാം. എന്താ? അമ്പലം ഇവിടെ അടുത്താ, നടന്നു പോകാനുള്ള അത്രയേ ഉള്ളൂ. അവിടുത്തെ പൂജ കഴിഞ്ഞൊരു പൂജാരി ഇവിടേക്ക് വരും. മഹാചാണ്ഡിക ഹോമ നടക്കാൻ പോകുന്നത്. പണ്ടൊക്കെ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയ ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ കഴിയുന്ന രീതിയിൽ ഹോമം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെയാണോന്ന് അറിയില്ല. എപ്പോഴാ തുടങ്ങിയ എപ്പോഴാ കഴിയുന്നത് അറിയില്ല. അയ്യോ, ഹോമോ? ഹോമം എന്ന് കേൾക്കുമ്പോഴേ പേടിയാ. ഓർമ്മിപ്പിക്കല്ലേ. നിങ്ങളുടെ തറവാട്ടിൽ വരുന്ന ആ കള്ള നമ്പൂതിരിയെ പോലെ അല്ലേ ഇവിടെ വരുന്ന ആള്. എനിക്കറിയാം. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കാസ്ട്രോളജിയിൽ PhD എടുത്ത ആളാ ഇപ്പോൾ വരാൻ പോകുന്നത്. അവർ തലമുറകളായി ചണ്ഡികാ പൂജ നടത്തി വരുന്നവരാ. പിന്നെ നിങ്ങളുടെ ആ കള്ള നമ്പൂതിരിയെ പോലെ ഒരു എക്സോസിസ്റ്റ് കൂടിയ ആള്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഉണ്ണിക്കൊണ്ടിനോ കിരണിനോ പുള്ളിയോട് അത്ര താല്പര്യമില്ല. ഓ സോറി, നീ അതിൻ്റെ ആളല്ലേ? ശ്രീ ഒന്ന് ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞ്. കളിയാക്കാൻ ശ്രീയമ്മ, എനിക്ക് അതിലൊക്കെ വിശ്വാസമാണ്. അതെന്താ നിങ്ങൾക്കാർക്കും വിശ്വാസമില്ലാത്തേ? നീലാംബരി ചോദിക്കുമ്പോൾ ശ്രീയുടെ മുഖം പെട്ടെന്നൊന്ന് വാടി. ഞങ്ങൾ നിന്നെപ്പോലെ ഈ ഭൂതത്തിലോ പ്രേയത്തിലോ വിശ്വാസമൊന്നുമില്ല നില. പണ്ട് നാദേട്ടനെ കാണാതായപ്പോൾ നിർമ്മലാമ്മ ഈ പൂജാരിയെ സ്ഥിരമായിട്ട് പോയി കാണുമായിരുന്നു. അന്നാൾ കുറച്ചുകൂടി ചെറുപ്പാ, പഠിക്കുകയായിരുന്നു. ഇപ്പം നല്ല പ്രായമുണ്ട് കേട്ടോ. അയാളെന്ന് പറഞ്ഞ് നാദേട്ടൻ ജീവനോടുണ്ട് എന്നാണ്. കുറേ കാലം അങ്ങനെ തന്നെ അയാൾ പറഞ്ഞു.
ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് രാമോദരനെങ്കിലും ഏട്ടൻ അന്വേഷിച്ച് അറിയാത്ത സ്ഥലങ്ങളില്ല. അവസാനം പുള്ളിക്ക് ആക്സിഡൻറ്റുമായി. പിന്നെ ഒരിക്കൽ കൂടി പോറ്റിയെ പോയി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു മാസങ്ങളോളം ജീവനോടെ ഉണ്ടായിരുന്നെന്നും പിന്നെ മരിച്ചു പോയി എന്നും. അത് നാഥേട്ടന് പ്രിയപ്പെട്ടവരാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയതെന്ന് അയാൾ പറഞ്ഞു. ആ സമയത്ത് കുടുംബക്കാരും ശത്രുക്കളൊക്കെ ശിവേനെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ഒപ്പം എന്നെയും. അത് മനസ്സിലാക്കിയിട്ടാവും ഈ പൂജാരി ഓരോന്നും ഉണ്ടാക്കി പറയുന്നെന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ നിർമ്മലാമ്മയ്ക്ക് എന്തോ വലിയ വിശ്വാസമായ ആള്. യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളാ, ഡോക്ടർ മഹേശ്വർ നമ്പൂതിരി. ശ്രീ പറയുന്ന കുറേ കാര്യങ്ങൾ നില കേട്ടില്ലെന്ന് വേണം പറയാൻ. കാരണം അവളൊരു വാക്കിൽ അങ്ങനെ തറഞ്ഞു നിന്നുപോയി. അടിക്കടി ശ്രീ പറയുന്ന നാഥേട്ടൻ എന്ന പേരിൽ അവളുടെ മനസ്സിലൂടെ മറ്റൊരു പേര് കടന്നുപോയിക്കൊണ്ടിരുന്നു. നാഥൻ എന്ന തൻ്റെ അച്ഛൻ, നാഥമേനോൻ, നാഥൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.